സംസ്ഥാനത്തെ പോലീസ് മർദ്ദനം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യും. 12 മണി മുതലാണ് ചർച്ച. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിന് മർദ്ദനമേറ്റത് ചൂണ്ടിക്കാട്ടി റോജി എം ജോൺ MLA ആണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി നോട്ടീസ് നൽകിയത്. സമൂഹം വലിയ രീതിയിൽ ചർച്ച ചെയ്ത വിഷയത്തിൽ സഭയിൽ ചർച്ചയാകാമെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. സർ, ഈ പ്രശ്നം പുറത്തു വന്നപ്പോൾ വലിയ തോതിൽ നമ്മുടെ സമൂഹത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ മാധ്യമങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കുന്നതായി കണ്ടു. ചിലർ ദിവസങ്ങളോളം ഇതിനുവേണ്ടി സ്പേസ് മാറ്റിവെച്ചു. ദൃശ്യമാധ്യമങ്ങൾ പ്രത്യേകമായ രീതിയിൽ തന്നെ ആളുകളെ ക്ഷണിച്ചു വരുത്തി ചർച്ച ചെയ്യുന്ന നിലയുണ്ടായി. അങ്ങനെ സമൂഹം വലിയ തോതിൽ ചർച്ച ചെയ്ത ഒരു വിഷയമായതുകൊണ്ട് നമുക്കും ചർച്ച ചെയ്യുന്നതാണ് നല്ലത്. ചർച്ച ചെയ്യാം. താങ്ക് യു. ആർ റോഷിപാൽ, റഹീസ് റഷീദ്, TV പ്രസാദ് എന്നിവരാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം ആർ റോഷിപാലിലേക്ക്. ആർ റോഷിപാൽ, അടിയന്തര പ്രമേയം സഭയിൽ ചർച്ചയാക്കാൻ പോവുകയാണ്. അവതരണാനുമതി ലഭിച്ചിരിക്കുന്നു. ചർച്ചയിൽ എങ്ങനെയായിരിക്കും പ്രതിപക്ഷത്തിന്റെ നീക്കങ്ങൾ? സുജയ, പ്രതിപക്ഷം സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള അവസരമായി തന്നെയാണ് ഈ കസ്റ്റഡി വർധന വിഷയം കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ സഭയിൽ നടപടിക്രമങ്ങൾ തുടങ്ങുന്ന ആദ്യ ദിവസം തന്നെ ഈ സംസ്ഥാനത്ത് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നടന്ന കസ്റ്റഡി വർധനം ചർച്ചയാക്കാനുള്ള നീക്കം നടത്തിയത്. റോജി എം ജോൺ നൽകിയ നോട്ടീസിൽ കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത്തിന് കസ്റ്റഡി വർധനമേറ്റ സംഭവമാണ്. പക്ഷേ PG പോലീസ് സ്റ്റേഷനിലടക്കം വിവിധ ഇടങ്ങളിൽ പോലീസ് നടത്തിയ മർദ്ദനങ്ങൾ അത് ഉൾപ്പെടെ ഇന്ന് സഭയ്ക്കകത്തേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് ശ്രമിച്ചത്. പക്ഷേ സർക്കാർ മറ്റൊരു തന്ത്രം പായിച്ചുന്നു. ഇനി ചർച്ച വരുമ്പോൾ അവിടെ ഇതുവരെ നടന്ന ഓരോ പോലീസിന്റെ അതിക്രമങ്ങൾ ഒന്നൊന്നായി സഭയ്ക്കകത്ത് ഉയർത്താനായിരിക്കും പ്രതിപക്ഷം നീക്കം നടത്തുക. ഏതായാലും നേരത്തെ തന്നെ പ്രതിപക്ഷം ഈ വിഷയം സജീവ ചർച്ചയാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് സഭയ്ക്കകത്തേക്ക് വരാൻ പാടില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം തന്നെ ആവശ്യപ്പെട്ടത്. കാരണം ഇവിടെ ഇത്തരം പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ ചർച്ച മറ്റൊരു തരത്തിലേക്ക് വഴിതിരിഞ്ഞു പോകും എന്ന ഒരു ആശങ്കയാണ് അതിന് കാരണവും. ഏതായാലും ഇന്ന് ചർച്ച തുടങ്ങുമ്പോൾ സ്വാഭാവികമായും കുന്നംകുളം സ്റ്റേഷനിൽ നടന്ന മർദ്ദനം തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റ് ഇടങ്ങളിൽ ഈ രണ്ട് ടേമായുള്ള പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന പോലീസ് അതിക്രമങ്ങൾ ഒന്നൊന്നായി ചർച്ച ചെയ്യാനുള്ള ശ്രമം തന്നെയാണ്. അതുവഴി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് പ്രതിപക്ഷത്തിനുള്ളത്. സുജയ. ഓക്കെ, റഹീസ് റഷീദ്, പോലീസ് അതിക്രമമാണ് സഭയിലേക്ക് കൊണ്ടുവരിക. ഇക്കാര്യത്തിൽ പോലീസുകാരെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള മറുപടികൾ പ്രതീക്ഷിക്കാമോ ഭരണപക്ഷത്തു നിന്ന്? സ്വാഭാവികമായും പോലീസ് ഉദ്യോഗസ്ഥരെ പൂർണ്ണമായും പോലീസ് സേനയെ പൂർണ്ണമായും സംരക്ഷിച്ച് എങ്കിൽ കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാടായിരിക്കും മുഖ്യമന്ത്രിയുടെയും ഭരണപക്ഷത്തിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അതിന്റെ ഒരു സൂചന ഇന്നലെ ചേർന്ന LDF യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയിരുന്നു. ഇപ്പോൾ സുജിത്തിന്റെ കേസാണെങ്കിൽ 2023 സംഭവിച്ച കേസാണ്. അന്ന് വകുപ്പ് തല നടപടിയും എടുത്തു. പക്ഷേ എന്ന് പറഞ്ഞ് പുതിയ ദൃശ്യങ്ങൾ വന്നപ്പോൾ സർക്കാർ അവരെ സംരക്ഷിക്കാൻ നോക്കിയില്ല. അവർക്കെതിരെ സസ്പെൻഷൻ നടപടിയിലേക്ക് പോയി. ഇനി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം പിരിച്ചുവിടലടക്കമുള്ള കാര്യങ്ങൾ സർക്കാരിന്റെ ആലോചനയിലാണ് എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. അതേ നിലപാട് തന്നെയായിരിക്കും ഇന്ന് സഭയിൽ ഭരണപക്ഷം ഉയർത്തുക എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് PG പോലീസ് സ്റ്റേഷൻ അടക്കമുള്ള വിഷയങ്ങളിലും കൃത്യമായ മറുപടി നൽകും. പ്രതിപക്ഷം കൊണ്ടുവന്ന ഈ അടിയന്തര പ്രമേയം സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ആണെങ്കിൽ പോലും നിലവിൽ കൂടുതൽ സമയം മുഖ്യമന്ത്രിക്കും ഭരണപക്ഷത്തിനും ഈ വിഷയത്തിൽ സംസാരിക്കാൻ കഴിയും. അങ്ങനെ സംസാരിച്ച് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പൊതുജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നതാണ് സർക്കാർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നലെ മാത്രം LDF യോഗത്തിൽ മാത്രം 45 മിനിറ്റ് എടുത്തിട്ടാണ് മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച വിശദീകരണം നൽകിയത്. സ്വാഭാവികമായും അതൊരു 1 മണിക്കൂറിൽ കൂടുതൽ അതെടുക്കാനുള്ള സാധ്യതയുണ്ട്. മുഖ്യമന്ത്രിക്ക് പറയാനുള്ള എല്ലാ വശങ്ങളും പറയാനുള്ള ഒരു അവസരമായി സർക്കാർ ഇതിനെ കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു വിഷയമായിട്ട് പോലും ഈ വിഷയം ചർച്ച ചെയ്യാനുള്ള തീരുമാനമെടുത്തത് എന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വിവാദ വിഷയങ്ങൾ ഈ അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടയിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. ആരൊക്കെയാണ് ഭരണപക്ഷത്ത് നിന്ന് സംസാരിക്കുന്നുള്ള ലിസ്റ്റ് അല്പസമയത്തിനകം മാത്രമേ കിട്ടുകയുള്ളൂ. അത് കിട്ടുമ്പോൾ തന്നെ ഭരണപക്ഷത്തിന്റെ സ്ട്രാറ്റജി എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. സുജയ. ഓക്കെ റഹീസ്, TV പ്രസാദ് കൂടി നമുക്ക് പോകണ്ട. TV പ്രസാദ്, സഭയിൽ തീ പാറുന്ന ഒരു വിഷയമായി ഇത് മാറില്ലേ? അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടി ഇടയ്ക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു നീക്കം കൂടി പ്രതീക്ഷിക്കാമോ? എങ്ങനെയൊക്കെ ആയിരിക്കും സാധ്യതകൾ?
സുജയ, ഇതിൽ ഭരണപക്ഷം കാണുന്നത് പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കാൻ കഴിയുന്ന വിഷയങ്ങൾ അത് ഭരണപക്ഷത്തിൻ്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. കാരണം നേരത്തെ അടിയന്തരാവസ്ഥ ഉൾപ്പെടെയുള്ള സമയങ്ങളിൽ നിലവിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം അതിക്രൂരമായ മർദ്ദനം പോലീസ് കസ്റ്റഡിയിൽ ഏറ്റിട്ടുണ്ടായിരുന്നു. പിണറായി വിജയന് മാത്രമല്ല, പിന്നീട് ഒരുപാട് നേതാക്കൾക്ക് കേരളത്തിൽ വലിയ കസ്റ്റഡി മർദ്ദനങ്ങൾ ഉണ്ടായതെല്ലാം അത് UDF ഭരിക്കുമ്പോഴാണ്, കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് എന്ന് പറയാനാണ് യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാം എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. അക്ഷരാർത്ഥത്തിൽ ഇത് പ്രതിപക്ഷത്തെ ഞെട്ടിച്ച് കളഞ്ഞതാണ്. കാരണം ഇത്ര നാളും ഒന്നും മിണ്ടാതിരുന്ന മുഖ്യമന്ത്രി ഇതിലും സ്കിപ്പായി പോകാനായിരിക്കും തീരുമാനം എന്നുള്ളതാണ് ഒരുപക്ഷെ പ്രതിപക്ഷം ഇന്ന് കരുതിയിട്ടുണ്ടാവുക. അവരെപ്പോലും ഞെട്ടിച്ചുകൊണ്ടാണ് അങ്ങനെയെങ്കിൽ ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാം എന്ന നിലപാടിലേക്ക് മുഖ്യമന്ത്രി എത്തുന്നത് എന്നുള്ളതാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം UDF അവരുടെ പ്രധാനപ്പെട്ട വിഷയമായി ആ കുന്നംകുളത്തെ പോലീസ് കസ്റ്റഡി മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പ്രതിപാദിച്ചുകൊണ്ട് ചർച്ച ചെയ്യുമ്പോൾ മറുഭാഗത്ത് നേരത്തെ കോൺഗ്രസിൻ്റെ ഭരണകാലത്തുണ്ടായിരുന്ന കസ്റ്റഡി മരണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിനൊപ്പം സുജയ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയങ്ങളും ഇതിലേക്ക് കൊണ്ടുവരാനുള്ള വലിയ സാധ്യതയാണ് കാണുന്നത്. അതിനുവേണ്ടി CPIM തന്നെ പ്രത്യേകം MLA-മാരെ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന വിവരമാണ് ഇതിനകം പുറത്തേക്ക് വരികയും ചെയ്തത്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചുള്ള വിഷയം പറയുമ്പോൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ ഒന്ന് കുത്തുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഇത് തന്നെയാണ് CPIM-ന്റെ ഈ നിയമസഭാ സമ്മേളനത്തിലെ അടവ് നയം. അതായത് ഓരോ വിഷയം വരുമ്പോഴും അത് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ ഉണ്ടാകും എന്നുള്ളതാണ്, വാചകങ്ങൾ ക്രമീകരിക്കും എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് പലപ്പോഴും വിഷയങ്ങൾ എത്തിക്കാൻ ബോധപൂർവം ഭരണപക്ഷം ശ്രമിച്ചാൽ അത് പ്രതിപക്ഷത്തിന് കടുത്ത തിരിച്ചടിയാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം. അതറിയുന്നത് കൊണ്ടാണ് VD സതീശൻ ശക്തമായി പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഭാഗത്തേക്ക് വരരുതെന്ന്. പക്ഷേ അത് നിഷേധിച്ചുകൊണ്ട് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തി. പക്ഷേ ഇന്ന് സഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിലില്ല, ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഉണ്ടാകില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തിനൊപ്പം VD സതീശൻ കൂടി. അപ്പോൾ എന്തായാലും 12 മണിക്കായി നമുക്ക് കാത്തിരിക്കാം. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിരിക്കുന്നു. സഭയിൽ ചർച്ചയാകാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. തീ പാറുന്ന ആ ചർച്ച തത്സമയം നമുക്ക് റിപ്പോർട്ടറിലൂടെ കാണാം. അതിനുശേഷം കൂടുതൽ വിശകലനങ്ങളിലേക്കും പോകാം.